ഇവിടെ ഇപ്പോൾ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ച ഡൊമസ്റ്റിക് വയലൻസിൻ്റെ വിഷയമുണ്ടല്ലോ. ഇപ്പോഴത്തെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരിക്കുമ്പോൾ അവരോട് മുകേഷിൻ്റെ മുൻ ഭാര്യ സരിത വയലൻ്റാണ്, അബ്യൂസീവാണ് എന്ന് മുൻ ഭർത്താവിനെ കുറിച്ച് തുറന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മുകേഷിനെ കുറിച്ച് 2018 പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്ന ടെസ് അന്നും പരാതി ഉന്നയിച്ച ആളാണ് ഫേസ്ബുക്ക് വഴി. എന്നിട്ടും എങ്ങനെയാണ് ഇടതുപക്ഷം ഒരു പുരോഗമന പ്രസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നു, ഞങ്ങൾ സ്ത്രീ സുരക്ഷയുടെ ഒപ്പമാണ്, ഞങ്ങൾ സ്ത്രീ അവകാശ പോരാട്ടത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് അസംബ്ലിയിലേക്ക് പാർലമെന്റിലേക്കൊക്കെ സീറ്റ് കിട്ടുന്നത്? അവരെങ്ങനെയാണ് താക്കോൽ സ്ഥാനങ്ങളിൽ വരുന്നത്? മുകേഷ് 2016 മത്സരിക്കുന്നു, ജയിക്കുന്നു, 2021 മത്സരിക്കുന്നു, ജയിക്കുന്നു. ഇതൊക്കെ ഇതിന് ശേഷമാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ സ്ത്രീ സംരക്ഷണവാദികളാണ് എന്ന് ഒരു വശത്ത് പറയുക, ഹബിച്വൽ ഒഫൻഡേഴ്സ് എന്ന ആരോപണം നേരിടുന്ന ആളുകൾക്ക് സകല പരവതാനിയും വിരിച്ചു കൊടുക്കുക, അതിൽ വലിയ ഇരട്ടത്താപ്പില്ലേ? ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് നിൽക്കുന്നത്. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയ കളങ്ങളിൽ വരുന്നത് കൊണ്ട് ഇടതുപക്ഷമാവണമെന്നില്ല എന്ന്. അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ അതല്ലാന്ന് എനിക്കറിയാം. അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഇടതുപക്ഷ നിലപാടുള്ളവർ നമ്മളുടെ പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് വരാൻ നമ്മൾ ജാഗ്രതയായിട്ടുള്ള ഒരു കരുതൽ എടുക്കണമെന്നാണ്. അത് തീർച്ചയായിട്ടും വേണ്ടതാണ്. അത്തരത്തിലുള്ള ജാഗ്രത കുറവുകൾ ഉണ്ടാവുന്നിടത്തെല്ലാം CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും മറുപടി പറയേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത്തരം ചോദ്യങ്ങൾ കുറവാണ്. കാരണം അവരിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ CPMൻ്റെയോ യഥാർത്ഥ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകൾ വരാൻ പാടില്ല എന്ന് പറയുന്ന കൃത്യമായ ജാഗ്രതയും കരുതലും പാർട്ടി എടുക്കേണ്ടതാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ജാഗ്രത കുറവിൻ്റെ കാരണം പാർലമെൻ്ററി വ്യവസ്ഥിതിയിൽ സംഘടനാ സംവിധാനവും പാർലമെൻ്ററി സംവിധാനവും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണുമ്പോൾ പാർലമെൻ്ററി സംവിധാനത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ചില സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് എന്നുള്ള ഒരബദ്ധം ഞാൻ അങ്ങനെ തന്നെ പറയുക. ഈ കാര്യത്തിൽ അബദ്ധം തന്നെയാണ് പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഈ സമയത്ത് വളരെ കരുതലുള്ള നിർബന്ധ ബുദ്ധിയുള്ള കർക്കശ സ്വഭാവമുള്ള നിലപാടിലേക്ക് വരണം എന്നും ഇപ്പം നമ്മുടെ നേരത്തെ സംസാരിച്ച പാനലിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെയും വ്യക്തിപരമായ അഭിപ്രായമാണ്. അതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കുന്നത് എനിക്കതിനകത്ത് യാതൊരു തർക്കവുമില്ല അങ്ങനെ ഒരു നടപടിയിലേക്ക് വരും എന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഇന്നിപ്പം അഭിലാഷ് സൂചിപ്പിച്ച പോലെ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് കണ്ണൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സംഘം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ടും ഒരു തരത്തിൽ ഇപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെയൊന്നുമുള്ള ധാരണകളൊന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കുറ്റാരോപിതരെ സംരക്ഷിക്കണമെന്നില്ല. പകരം ആരായാലും കൂടെ നിന്നതാണെങ്കിലും നിൽക്കുന്നവരാണെങ്കിലും നിലപാടുകളോട് തന്നെ ഇത്തരം ഇടങ്ങളിൽ നിന്ന് നിയമപരമായി മാറ്റി നിർത്തണം, അതിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്നതാണ് സംഘം ഉൾപ്പെടെ ഇന്ന് തീരുമാനിച്ചിട്ടുള്ളതും അതിനുള്ള പ്രവർത്തികൾ തന്നെയായിരിക്കും സർക്കാരിൽ നിന്ന് വരുന്നതും എന്ന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്.